എവരി വൺ, മൗറീഷ്യസിലെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. നമ്മൾ മൗറീഷ്യസിൽ എത്തിയത് തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയാണ്. ലേമോൺ ട്രക്കിംഗ് എന്ന് പറയുമ്പം വേൾഡിൽ തന്നെ അണ്ടർ വാട്ടർഫോളുള്ള ഏക ട്രക്കിംഗ് ആണ്. ഓക്കെ, നമ്മളത് ചെയ്യാനാണ് മൗറീഷ്യസിലേക്ക് വന്നത്. അതിപ്പോഴാണ് സാധ്യമാകുന്നത്. കാരണം നമ്മൾ കുറേ ഇവിടെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ നമ്മുടെ ഗസ്റ്റും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ, ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാവരും കൂടെ ആയിട്ടാണ് നമ്മളിന്ന് ട്രക്ക് ചെയ്യുന്നത്. ഒരു 10 പേരോളം ഉണ്ട്. അപ്പം നല്ല വൈബായിരിക്കും. എക്സൈറ്റഡ് ആണ്. ബാക്കി വീഡിയോ കാണാം. ഓക്കെ, നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. 2 പേര് വന്നു. ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട് ട്രക്കിംഗ് സ്പോട്ടിലേക്ക്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ കുറച്ച് പേരൊക്കെ വന്നു. ഇവരാണ്, പതിയെ പരിചയപ്പെടാം. റെന്റിനെടുത്ത വണ്ടിയാണ് ടോപ്പസ്. നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. നമ്മളങ്ങനെ പാർക്കിംഗ് എത്തിയിരിക്കുന്നു. എവിടെ അവിടം വരെ എത്തണം ഗൈസ്. അങ്ങനെ എല്ലാവരും എത്തി. ഇതാണ് എൻട്രൻസ്. $3.5 കിലോമീറ്റർ വൺ സൈഡ്. എൻട്രൻസ് ആണ്. നോക്കിയ ബാക്കിൽ ബീച്ചൊക്കെ ആയിട്ട്. വെൽക്കം ടു പാരഡൈസ്. ഇവിടെ പേരെഴുതി കൊടുക്കണം. $3.5 കിലോമീറ്റർ. എങ്ങനെയുണ്ട് അച്ചു? തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ എങ്ങനെയുണ്ട്? അടിപൊളി. കയറാൻ തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്. അതെ, കുഴപ്പമില്ല. തുടക്കത്തിലേ അടിപൊളി. വീടല്ലേ ടീംസ് ഇവിടെ നിൽപ്പുണ്ട്. ഹലോ. അത്രയോ അത്രയേ ഉള്ളൂ. വ്യൂ ഈസ് ഗ്രേറ്റ്. മേളിൽ നോക്കുമ്പോൾ വിഷയമായിരിക്കും. സെക്കൻഡ് വ്യൂ പോയിന്റ്. ഗുഡ്. വേറെ അത്യാവശ്യം ഓക്കെ ട്രെയിലാണ്. വലിയ സീനില്ല. നമ്മുടെ പിള്ളേരൊക്കെ ഓക്കെയാണ്. അങ്ങനെ അടുത്ത വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്.
പച്ചാ വ്യൂ. നമുക്ക് അവിടെ എത്തണം. ഇവിടെ ടീംസ് കയറുന്നുണ്ട്. ഇതാണ് ആ റോക്ക് പാത്ത്. വാവ്, നൈസ്. ഒരാളെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് കാട്ടിയുടെ ഉള്ളിൽ നിന്ന്. മലയുടെ മുകളിൽ ഇതെങ്ങനെ വരുന്നെന്ന് അറിയില്ല. ഇങ്ങനെ വരുന്നു ഇവിടെ. ഹലോ. നമ്മൾ വീണ്ടും മുകളിലേക്ക് ഹൈക്ക് ചെയ്ത് തുടങ്ങി. ഇവൻ നമ്മളെ പറ്റിച്ചു ഗൈസ്. റെഡ് ടീഷർട്ട് ഗേഡ് ഫീ മേടിച്ചു നമ്മുടെ കയ്യിൽ. ട്വൻറ്റി 30 മിനിറ്റ് സ്റ്റീപ്പ് ക്ലൈംബാണ്. നമ്മുടെ പിള്ളേരെല്ലാം പക്ഷെ ഓടി കയറുന്നുണ്ട്. എത്രയൊക്കെ വലിയ കയറ്റമാണെങ്കിലും തിരിഞ്ഞ് ഈ വ്യൂ നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ നമ്മുടെ പിള്ളേരാണ്. Where are you going? Cave? Yeah, let's go. വ്യൂ ഉണ്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ ഗൈഡ് ബ്രോ കേവ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ആടു ഇതേപോലെ ലോക്കൽ ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഹിഡൻ കുറേ കേവ്സും സ്പോട്ടും ഒക്കെ കിട്ടും. ഓക്കെ, പുള്ളിയുടെ കോണ്ടാക്ട് ഞാൻ കൊടുക്കാം. minutes more. 20 minutes ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ വ്യൂ ഇപ്പം തന്നെ പൊളി, ഒരു രക്ഷയില്ല. താഴെ കുറേ പേര് കൈറ്റ് സർഫിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്.
നമ്മളങ്ങനെ എത്തിയെന്നാണ് നമ്മുടെ ഗൈഡ് ബ്രോ പറഞ്ഞത്. ഈ ഒരു വളവ് കഴിയുമ്പം നമ്മൾ ഏറ്റവും ടോപ്പിലെത്തും. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ലോപ്പസ് ഓക്കെ അല്ലേ? ഏറെ ടെക്നിക്കലാണ്. നമ്മുടെ ഗൈഡ് ഉള്ളതുകൊണ്ട് കുറേ പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Sure, brother. നമ്മളെത്തി ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ എത്തി. ആണ് അണ്ടർ വാട്ടർ വാട്ടർഫോൾ. ലാസ്റ്റ് നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലേ? Here you can find the underwater fall. Here, but it's the sea, so you need to be in helicopter to the other side. You see it clearly. And here, down here, the best spot for kite surfing. Kite surfing. Yeah. The name is Kite Lagoon. Sorry? Kite Lagoon. Kite Lagoon, yeah. Okay. There's a Review Hotel. And you can find a little cross Cross. on the rock here. Cross. Okay, rock. ഓ അവിടെ ഒരു ക്രോസ് കാണാം. This one is a memorial cross for fishermen who die, who lost his life ഓക്കെ, in the sea. അവിടെ ഒരു ക്രോസ് കാണാം അല്ലേ? ഇവനാണ് നമ്മുടെ ഗൈഡ്. Oui. ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് അല്ലേ ബ്രോ? ജഗു അടിപൊളിയല്ലായിരുന്നോ? തിരിച്ചിറങ്ങാണ്. ടീംസൊക്കെ ഇറങ്ങി തുടങ്ങി.
തിരിച്ചിറങ്ങാണ് ഗൈസ്. ട്രാഫിക് ബ്ലോക്ക്. ഈ മൗണ്ടൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, പണ്ട് വാർ നടക്കുന്ന ടൈമിൽ മൗറേഷ്യൻസ് ബ്രിട്ടീഷുകാരെയും ബാക്കി കൺട്രിയിലുള്ള ആൾക്കാരെയൊക്കെ പേടിച്ചിട്ട് ഈ മൗണ്ടനിലേക്ക് കയറി. പക്ഷേ ബ്രിട്ടീഷുകാർ വരുന്ന ടൈമിൽ അവർ ഹെൽപ്പിന് വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഇതിൻ്റെ മേളിൽ കയറിയിട്ട് താഴത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. അതാണ് മേളിലൊരു കുരിശൊക്കെ. ഇവിടുത്തെ സ്റ്റോറി നമ്മുടെ ഗൈഡ് മാമു പറഞ്ഞു തരും, കേട്ടോ. യെസ്. And the story of Le Monde. This mountain, the slavery were hiding here on this mountain. ഓക്കെ. When you start the hike, you see a boat writing റൈറ്റിംഗ്. 500 meters. Yeah, under yeah. The boat. Yeah. That's a place. But some people find some bone and scientific proof the bone come from Mozambique. Mozambique. Yeah. Okay. East Africa. East Africa. And Madagascar. Okay. And in 1835, Okay. when the master come here to tell the slave that they were finally free, they don't know. Okay. They don't know that. They think that the master come here to capture them again. Oh. So that's why they jump off the mountain. ഓക്കെ. അതാണ് മൗണ്ടൻ്റെ ഹിസ്റ്ററി. ഈസി വേ. ഓക്കെ. നമ്മൾ ഇങ്ങനെയാണ് നേരെയുള്ള വഴി. അപ്പം നമ്മുടെ മച്ചാൻ പറയുന്നത് ഇതുവഴി പോകാൻ പറ്റും. ഒരു ചെറിയൊരു പാത്ത് കിടപ്പുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ലോപ്പസ്. ഓ, എന്തായിരുന്നല്ലോ ജഗ്ഗു? സീൻ സ്ഥലമായിരുന്നു. കലക്കം. പ്ലേസ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്ലേസ് എങ്ങനെ ഉണ്ടായിരുന്നു ലോപ്പസ്? അടിപൊളിയല്ലായിരുന്നു? മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. മൗറേഷ്യസ് വരുവാണെങ്കിൽ ട്രക്ക് ചെയ്ത് തന്നെ വാ. വേറെ എക്സ്പീരിയൻസ് അല്ലേ? വേറെ നമ്മൾ സ്വർഗം കണ്ടു. സ്വർഗത്തിൽ അടിപൊളിയായിരുന്നു. കുറച്ചും കൂടെ താഴെ ഇറങ്ങിയപ്പോൾ നല്ല വ്യൂവിൽ പാരാസൈൽ ചെയ്യുന്നതാണ്. ഓ, ഇപ്പോൾ ആള് കൂടി കേട്ടോ. നല്ല രസമല്ലേ? നമ്മൾ നേരത്തെ ഒരു കുരിശിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ആ കുരിശാണ് അവിടെ കാണുന്നത്. അത് ഒരു ഫിഷർമാൻ്റെ പ്രതീകമായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ. നമ്മുടെ മച്ചാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഗൈഡ്, ജർമ്മൻ ഒരു ടൂറിസ്റ്റ് വന്നു, ട്രക്ക് ചെയ്ത് വന്നിട്ട് മേളിൽ നിന്ന് മരിച്ചുപോയി. അതിൽ പിന്നെയാണ് ഗൈഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇവിടെ വരുന്നവർ എന്തായാലും ഗൈഡ് എടുത്തിട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ ഇവൻ്റെ നമ്പർ കൊടുക്കാം. ഇവനാകുമ്പം ചെറിയ പൈസയ്ക്ക് നമുക്ക് മേളിൽ കൊണ്ടുവരും. നല്ല മച്ചാനാണ് കേട്ടോ. അല്ലെങ്കിൽ 2500 രൂപ പെർ പേഴ്സൺ കൊടുക്കേണ്ടി വരും. 2500 റൈറ്റ്, 1 പേഴ്സൺ. താഴത്തു നിന്നാണെങ്കിൽ നമ്മൾ ഇവനെ വിളിക്കുവാണെങ്കിൽ ഇവൻ കുറച്ചൊക്കെ തരും. എനിക്കിവനെ മുകളിൽ നിന്നാണ് കിട്ടിയത്. അത് കാരണം ഞങ്ങൾക്ക് പെർ പേഴ്സൺ 300 അത്രയൊക്കെ വന്നിട്ടുള്ളൂ. ഞങ്ങൾ 9 പേരുണ്ട്, ഇവനും കൂടെ കൂട്ടി 10. പക്ഷേ ഇവൻ ഓക്കെ ആട്ടെ. ഇവനും കുറച്ച് ഹിഡൻ പ്ലേസസ് അറിയാം. നൈസ് ഒരു കേവിലൊക്കെ കൊണ്ടുവന്ന് ഫോട്ടോ ഒക്കെ എടുപ്പിച്ച്, പിന്നെ പ്ലാന്റ്സിനെ കുറിച്ച് അറിയാം. ഗുഡ് മീറ്റിംഗ് ബ്രോ. we will trek together next time. There is the place name is Peter Boat. Yeah. Okay. നമ്മളങ്ങനെ പിന്നെ ഒരു ഷോർട്ട് കട്ട് പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് ഇറങ്ങുമ്പോൾ നൈസാണ് കേട്ടോ. ഷോർട്ട് കട്ട് വഴി പെട്ടെന്ന് കിട്ടും. നമ്മൾ ഓൾമോസ്റ്റ് എത്തി.
സോറി It's a place of resistance for the Rasta. ഓക്കെ റാസ്റ്റഫാരിയൻസ്. ഓക്കെ It's a sacred place for them. സീക്രട്ട് പ്ലേസ്. ഇവിടെ കുറച്ച് പേര് ക്യാമ്പ് ചെയ്യുന്നുണ്ട്, നല്ല ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ട്. നൈസ്. അങ്ങനെ മച്ചാൻ വേറെ ബീച്ച് സൈഡിലേക്ക് ട്രെക്ക് ചെയ്ത് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഓ മോനെ, വാവ്. ഫസ്റ്റ് ഗൈഡ് ഇല്ലാതെയാണ് ട്രെക്ക് ചെയ്യാൻ തുടങ്ങിയത്. എന്നിട്ട് മേളിലെത്തിയിട്ടാണ് ഗൈഡ് എടുത്തത്, മറ്റേ ബ്രോയെ. അപ്പം പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഈ വഴി ഇച്ചിരി കൂടെ സിമ്പിളാണ്. ഓക്കെ, ഇപ്പുറത്ത് ബീച്ച് സൈഡ്. അപ്പം ഗൈഡ് ഉണ്ടെങ്കിൽ ഗൈഡുമായിട്ട് പോവുക. അതാകുമ്പോൾ അവർക്ക് കുറേ ഷോർട്ട് കട്ടും കുറേ നൈസ് പ്ലേസും കേവ്സൊക്കെ കാണാൻ പറ്റും, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നൈസാണ്. ഗൈഡ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. നമ്മളങ്ങനെ പാർക്കിംഗ് എത്തിയിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് വണ്ടിയൊക്കെ അവിടെ ഉണ്ട്. ഒരു രക്ഷയില്ലായിരുന്നു. കിഡിലൻ എക്സ്പീരിയൻസ്. നല്ലൊരു ഗൈഡ് ചെക്കനെയും കൂടെ കിട്ടിയത് കൊണ്ട് ഫുള്ള് ഹാപ്പി ആയിരുന്നു. നമുക്കിനിയും നമ്മുടെ മെമ്പേഴ്സ് പിള്ളേരോട് ചോദിക്കാം, നമ്മുടെ കൂടെ വന്ന ടീംസിനോട് ചോദിക്കാം. അവർ ഓൾറെഡി പറഞ്ഞു എങ്ങനെയുണ്ടെന്ന്, അവരുടെ എക്സ്പീരിയൻസ് ഓൾറെഡി പറഞ്ഞു. അപ്പം നമുക്ക് ലാസ്റ്റ് 3000 രൂപയ്ക്ക് വന്നു കേട്ടോ. അതായത് 9 പേർക്ക് 3000 രൂപ, 333 രൂപ MUR വന്നുള്ളൂ. അതിൽ 600 സംതിങ്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. നെക്സ്റ്റ് കുറച്ച് അഡ്വഞ്ചർ വ്ളോഗായിട്ട് നമുക്ക് ഇനിയും കാണാം. സ്റ്റേ ട്യൂൺ.